ലെറ്റ്സ് ബി ഓണസ്റ്റ്. നമ്മൾ എത്ര പ്രാവശ്യമല്ലേ നമ്മുടെ ജോലി മടുത്ത് ഇനി പോവില്ല, ഇനി ജോലി ചെയ്യണ്ട എന്ന് നമ്മൾ വിചാരിച്ചാണ്. ഒരു എക്സോസ്റ്റിംഗ് ടയറിങ് വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മടുപ്പാണ്. ഫ്രൈഡേ വൈകുന്നേരം വരുമ്പം ഇനി മൺഡേ തൊട്ട് പോവില്ല എന്നുള്ളൊരു ബോൾഡ് തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കും. പക്ഷെ പെട്ടെന്ന് സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ ഒക്കെ വരുമ്പം നമുക്ക് അടുത്ത മാസം അടയ്ക്കാനുള്ള റെന്റിനെ പറ്റിയും ഇനിയുള്ള EMI-യും പിന്നെ നമ്മുടെ ഏജിങ് പേരൻസും നമ്മുടെ പിള്ളേരും പിന്നെ ഒരു ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അതിനെ പറ്റി നമ്മൾ ആലോചിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, മേ ബി ലേറ്റ്, നാളെ പോവാം, മൺഡേ ജോലിക്ക് പോവാം, പിന്നെ എപ്പോഴെങ്കിലും നോക്കാം എന്നൊക്കെ. ഈ ഷുഡ് ഐ ക്വിറ്റ് മൈ ജോബ്, ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഫൺ എനിമോർ, ഷുഡ് ഐ ഡു സംതിങ് ഡിഫറെൻറ്റ്, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ ഇപ്പം ഇന്നത്തെ കാലത്തെ മോഡേൺ ഡേ ക്രൈസിസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷൻ ആണ് ഏറ്റവും എഡ്യൂക്കേറ്റഡ് ജനറേഷൻ, ഇതുവരെയുള്ള ജനറേഷനെക്കാളും ഏറ്റവും അറിവുള്ള ജനറേഷനാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള ജനറേഷൻ നമ്മളെ തന്നെയാണ്. ബിക്കോസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, ഒരു നേർവഴി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പാത്ത് ചൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ജനറേഷനാണ് നമ്മൾ. ഇന്നിത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും, അപ്പൊ അത് ചെയ്യാൻ തുടങ്ങും. പിന്നെ നാളെ വരെ പുതിയ സാധനം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അറ്റൻഷൻ പോകും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഡ് ഐ ക്വിറ്റ് ദിസ് ജോബ് ആൻഡ് മേ ബി ഫോളോ മൈ പാഷൻ, ഇല്ലെങ്കിൽ ഫൈൻഡ് യുവർ പാഷൻ എന്നൊക്കെ തോന്നി തുടങ്ങും. അപ്പൊ ഇന്ന് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്ക് എപ്പോഴേലും ഒക്കെ ഈ ഫീലിംഗ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്ലാരിറ്റി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് തിരിച്ചു പോകണോ അതോ നിങ്ങളുടെ പാഷൻ കണ്ടുപിടിച്ച് പാഷൻ ഫോളോ ചെയ്യണോ എന്ന് നിങ്ങൾക്ക് 100% അറിയാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ്. ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഇരുന്നായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫേമസ് ആയിട്ടുള്ള ശ്രീമദ് ഭാഗവതം, അതായത് ഭഗവത്ഗീതയില്, എന്റെ ഡോഗാണ്, പേടിക്കേണ്ട. ഭാഗവതത്തില് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു യുദ്ധഭൂമിയില് എന്തൊക്കെ ചെയ്യണം എന്നും എങ്ങനെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം അർജുനന് യുദ്ധഭൂമിയായിരുന്നു കുരുക്ഷേത്രം. അങ്ങനെ തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ യുദ്ധഭൂമിയാണ് നമ്മുടെ ജോലി, നമ്മുടെ കമ്പനി, നമ്മുടെ കോർപ്പറേറ്റ് ലൈഫ്. ഇല്ലെങ്കിൽ ഇപ്പം ടീച്ചിങ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സ്കൂളായിരിക്കും ആ ഒരു യുദ്ധഭൂമി. അപ്പം ശരിക്കും 2023 ഒരു ഡിലോയിറ്റ് കമ്പനിയുടെ ഒരു സർവേ ഉണ്ടായിരുന്നു. അതിൽ 77% ആൾക്കാർ, 77% ജോലി ചെയ്യുന്ന ആൾക്കാർ ദേ വർ നോട്ട് ഹാപ്പി. അതായത് അവർ ഭയങ്കര ബേൺഡ് ഔട്ട് ആയിരുന്നു, മടുത്ത് ഇരിക്കുമായിരുന്നു. ആൻഡ് അവരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം, ഡോണ്ട് യു ലൈക്ക് യുവർ ജോബ് എന്ന് ചോദിക്കുമ്പം അവർ പറയുന്നത് ഐ ഡോണ്ട് ഹേറ്റ് മൈ ജോബ് ബട്ട് ഐ ഡോണ്ട് ഫീൽ കണക്റ്റഡ്. അതായത് അവർക്കൊരു പേർപ്പസ് തോന്നില്ല അവർ ചെയ്യുന്നത് എന്താണെന്ന്. അത് തന്നെയായിരുന്നു ഭഗവത്ഗീതയില് അർജുനന് ഉണ്ടായിരുന്നൊരു പ്രശ്നം. അർജുനന് പേടിയോ യുദ്ധം ചെയ്യാനുള്ളൊരു പേടിയോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ ലേസി ആവുന്ന ഒരു ഫീലിംഗ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നേ, അതായത് എന്റെ ആൾക്കാരോട് തന്നെ ഞാൻ എന്തിനാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നേ എന്നുള്ളൊരു പേർപ്പസ്, അതിന്റെ ഒരു മീനിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെയാണ് നമുക്കും പ്രശ്നം. നമുക്കൊരു മോട്ടിവേഷൻ ഇല്ലാത്ത ഒരു പ്രശ്നമല്ല, നമുക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ ഇല്ലാത്തതല്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന പണി അതിലൊരു മീനിങ് ഇല്ല എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ. പക്ഷെ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാവില്ല. ബിക്കോസ് നമ്മളിപ്പോ ജോലിക്ക് പോയി വരുമ്പോൾ ബേൺഡ് ഔട്ട് ആവുന്നത് എന്തുകൊണ്ടാ, നമുക്ക് ആ ഒരു ഇഷ്ടം തോന്നുന്നില്ല, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്ക് ഒരു അർത്ഥം തോന്നുന്നില്ല. അതുകൊണ്ടാണ്. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിലോ നമ്മൾ എത്ര വേണമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, 24 മണിക്കൂറാണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. മടുത്തു കഴിഞ്ഞാലും ഫിസിക്കലി മെന്റലി എക്സോസ്റ്റ് ആയാലും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് നമുക്ക് ഇഷ്ടമാണ്, അതിന്റെ ഒരു അർത്ഥമുണ്ട്, നമ്മുടെ ലൈഫിൽ അതിനൊരു മീനിങ് ഉണ്ട്, അല്ലെ? ഭഗവത്ഗീതയില് കൃഷ്ണൻ ഒരിക്കലും അർജുനനോട് നീ ചെയ്യാൻ പോകുന്ന ജോലി, അതായത് നീ യുദ്ധം ചെയ്യണം, ഡു യുവർ വർക്ക് ബ്ലൈൻഡ്ലി, ഒന്നും നോക്കാണ്ട് നീ യുദ്ധം ചെയ്യണം എന്നല്ല പറയുന്നത്. അതിന്റെ പേർപ്പസ്, അതിന്റെ മീനിങ് കണ്ടുപിടിക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ തന്നെ നമ്മുടെ സൈക്കോളജിയിൽ ഒരു ടെർമിനോളജി ഉണ്ട്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് ഒരു നമ്മുടെ വാല്യൂസ്, നമ്മൾ വിശ്വസിക്കുന്ന വാല്യൂസ് ആയിട്ട് കണക്ട് ചെയ്യുക, അലൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം കൂടുതൽ ചെയ്യാൻ തോന്നും. ഇപ്പം ഫോർ എക്സാമ്പിൾ,
ഒരു ഹാർവർഡ് ബിസിനസ് റിവ്യൂ സ്റ്റഡിയിൽ 2020 ആ റിവ്യൂ സ്റ്റഡിയിൽ പറയുന്നുണ്ട്, ജോലി ചെയ്യുന്ന ആൾക്കാര്, ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് ഒരു മീനിങ് ഉണ്ട്, ഒരു പേർപ്പസ് മനസ്സിലാക്കിയ ആൾക്കാര് 3 times more എൻഗേജ്ഡ്, 3 times more എഫിഷ്യന്റ്. അവർ ചെയ്യുന്ന കാര്യത്തിൽ എഫിഷ്യൻസി കൂടും. അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസും ഭയങ്കര നല്ലതായിരിക്കും. ഓൾസോ അവര് ജോലി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസും ഒരു 1.72 times കൂടുതലാണ് ഫ്രം ദി അതർ പീപ്പിൾ. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അർത്ഥമുണ്ട്, ഒരു മീനിങ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഡയറക്ട്ലി നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു സമയം കൂടും, നമുക്ക് ജോലി മാറാനുള്ള ടെൻഡൻസി ഒന്നും വരില്ല. അപ്പം ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ പറയുന്നത് സ്വധർമ്മം, അതായത് നിങ്ങളുടെ ധർമ്മം, നിങ്ങളുടെ പേർപ്പസ് കണ്ടുപിടിക്കണം, അത് നമ്മൾ നമ്മുടെ കരിയർ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പം നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് ഒരു ജോലി ചെയ്യുമ്പോൾ. നമ്മൾ വാട്ട് ആർ വി ഗുഡ് അറ്റ്, അതായത് നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്. രണ്ടാമത്തെ കാര്യമാണ് വാട്ട് ദ വേൾഡ് നീഡ്സ്. അപ്പം ഇപ്പം വേൾഡ് എന്ന് പറയുമ്പോൾ കമ്പനി ആയിരിക്കാം, കമ്പനിക്ക് എന്താണ് ആവശ്യം, നമ്മുടെ ജോലിക്ക് എന്താണ് ആവശ്യം. മൂന്നാമത്തെ വാട്ട് ബ്രിങ്സ് യു പീസ്, അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സമാധാനവും ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്നത്. അപ്പം ഈ 3 കാര്യങ്ങൾ വരുന്ന ഒരു സർക്കിൾ, ഇതിന് വെൻ ഡയഗ്രാം എന്നൊക്കെ പറയും. അപ്പം ഈ 3 കാര്യങ്ങളും ഒന്നിച്ചു വരുന്ന ഒരു ജോലി, അതായിരിക്കും നമ്മുടെ പെർഫെക്റ്റ്, നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. അപ്പം അതിന്റെ അർത്ഥം നമ്മളിപ്പോ ചെയ്യുന്ന ജോലി നമ്മൾ ക്വിറ്റ് ചെയ്യാനല്ല, നമ്മൾ ചെയ്യുന്ന ജോലിയെ നമ്മൾ മനസ്സിലാക്കുക. ഇറ്റ്സ് ബേസിക്കലി റീഡിഫൈനിങ് ഹൗ വി സീ അവർ ജോബ്. നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ള സമയത്ത്, അതായത് നമ്മൾ ജോലി വിടണോ അതോ കണ്ടിന്യൂ ചെയ്യണോ, റിസൈൻ ചെയ്യുന്നോ അതോ റിസൈൻ ചെയ്യാണ്ടിരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ശരിക്കും ഒരു കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലേക്ക് പോകും. അതായത് അതൊരു ടഗ് ഓഫ് വാർ പോലെയാണ് നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ തന്നെ. അപ്പം നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡാല, അതായത് ഫിയർ കോമ്പനന്റ്, എപ്പോഴും നമ്മളോട് പറയും ജസ്റ്റ് ക്വിറ്റ് യുവർ ജോബ്, യു ആർ നോട്ട് ഹാപ്പി, നിങ്ങൾ ഹാപ്പി അല്ല, എന്തായാലും റിസൈൻ ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്, ഇനി സഹിക്കാൻ പറ്റില്ല, റിസൈൻ ചെയ്യുക. പക്ഷെ അപ്പൊ തന്നെ നമ്മുടെ ബ്രെയിനിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്താ പറയുന്നത്, ഓക്കെ ക്വിറ്റ് ചെയ്തു, പക്ഷെ നാളെ ഇല്ലെങ്കിൽ അടുത്ത മാസം പേ ചെയ്യാനുള്ള ബില്ലിന് വേണ്ടിയുള്ള കാശ് എന്ത് വരും. അപ്പം ഇറ്റ്സ് ബേസിക്കലി ഒരു ബ്രെയിനിന്റെ പാർട്ട് ഇമോഷൻസ് വെച്ച് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നു, ഒരു ബ്രെയിനിന്റെ പാർട്ട് ലോജിക്കലി നമ്മളെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നു. ബേസിക്കലി ഒരു ടഗ് ഓഫ് വാർ ബിറ്റ്വീൻ ലോജിക്കൽ ബ്രെയിൻ ആൻഡ് ഇമോഷണൽ ബ്രെയിൻ. അപ്പം ചില സമയത്ത് നമ്മൾ പറയില്ലേ, നമ്മൾ ഇമോഷണലി അല്ല പ്രാക്ടിക്കലി ആലോചിക്കണം, ലോജിക്കലി ഡിസിഷൻസ് എടുക്കണം എന്നൊക്കെ. അതിന്റെ ഏറ്റവും വലിയ റീസൺ ഇത് തന്നെയാണ്. ബിക്കോസ് ഇമോഷൻസ് ചില സമയത്ത് ഭയങ്കര എക്സ്ട്രീം ആയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചില ഡിസിഷൻസ് എടുക്കുന്നത്, ഭയങ്കര വിഷമവും ദേഷ്യമൊക്കെ വരുന്ന സമയത്ത്. പക്ഷെ ആ സമയത്ത് എടുക്കുന്ന ഡിസിഷൻ അടുത്ത ദിവസം ആ ഇമോഷൻസ് ഒക്കെ ഒന്ന് കുറയുമ്പം, സബ്സൈഡ് ആവുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുമ്പം ആ ഒരു ഡിസിഷൻ എടുക്കണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ. അപ്പം ശ്രീകൃഷ്ണൻ പറയുവാണ്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അർജുനനോട്, ഒരു കാര്യം ചെയ്യണേക്കാട്ടും മുന്നേ അവന്റെ ബ്രെയിൻ അർജുനനോട് പറയാ, കൺട്രോൾ യുവർ മൈൻഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഒരു അർത്ഥം കിട്ടും. അപ്പം ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതുമാത്രല്ല, ശ്രീമദ് ഭാഗവതത്തില് കർമ്മയോഗ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അതിനെപ്പറ്റി ഞാനൊരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ ലിങ്ക് ചെയ്യാം. കർമ്മയോഗയിൽ പറയുന്നത് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാം, പക്ഷെ അതിന് ഒരു ഔട്ട്കം, അതിന്റെ ഒരു റിസൾട്ടിന് വെച്ച് അതിനുവേണ്ടി മാത്രം നമ്മൾ ചെയ്യരുത്. അപ്പം ആ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നമുക്ക് 100% കൊടുക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ചെയ്തത് ഇനഫ് ആണോ എന്നുള്ളൊരു തോന്നലായിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് മനസ്സ് നിറഞ്ഞ് മതിയാവുന്ന വരെ ചെയ്യണം. അതാണ് കർമ്മയോഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ശരിക്കും ഒരു ജോലി റിസൈൻ ചെയ്യണം അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ഒരിക്കലും ഭയങ്കര ഇമോഷൻസ് ഉള്ള സമയത്ത്, ഭയങ്കര ദേഷ്യമോ വിഷമോ ഒരു ഈഗോ അങ്ങനത്തെ ഫീലിങ്സ് ഉള്ള സമയത്ത് ചെയ്യാൻ പാടില്ല. നമ്മുടെ മൈൻഡ് ഒന്ന് കാം ഡൗൺ ആയി കഴിഞ്ഞിട്ടേ നമ്മൾ അതിന് വേണ്ടിയുള്ള ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. ഇതിപ്പം ജോലി റിസൈൻ ചെയ്യുന്നതിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ലൈഫിൽ എന്ത് ഡിസിഷൻ ആണെങ്കിലും നമ്മൾ ഒന്ന് കാം ഡൗൺ ആയി കഴിഞ്ഞിട്ടേ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. അടുത്തതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായുള്ളൊരു ടോപ്പിക്കാണ് പാഷൻ. നമ്മളോടൊക്കെ ഭയങ്കര സിമ്പിൾ ആൻഡ് ഭയങ്കര റൊമാൻറ്റിക്കലി നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് ഫൈൻഡ് യുവർ പാഷൻ, ഫോളോ യുവർ പാഷൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് എഴുതി വെച്ചത് കാണും. അപ്പൊ തന്നെ നമുക്ക് എന്ത് രസമുള്ള കാര്യം, നമുക്ക് എന്നും ജോലിക്ക് പോകണ്ട, മാനേജേഴ്സ് ഒക്കെ പറയുന്നത് കേൾക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജോലി ചെയ്യാം, നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും, ട്രാവൽ ചെയ്യണ്ട എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ ഇമാജിൻ ചെയ്യും. അപ്പൊ ശരിക്കും പാഷന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ,
നമ്മുടെ ഇമാജിനേഷനിൽ മാത്രമാണ് അത് ബ്യൂട്ടിഫുൾ. സത്യം. ആ പാഷൻ നമ്മളത് ജോലിയായിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ലെറ്റ്സ് സേ ഒരു ഫസ്റ്റ് 6 months നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന പാഷൻ വോണ്ട് ബി ആർ പാഷൻ എനിമോർ. ബിക്കോസ് നമ്മൾ ഇപ്പൊ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് പാഷൻ ഫോളോ ചെയ്യണമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്താ, നമ്മൾ ഹാപ്പി ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി നമുക്ക് ആ നിമിഷം ഹാപ്പിനെസ് വരുന്നതാണ്. അതിന്റെ റീസൺ ആണ് ഡോപ്പമീൻ എഫക്ട്. നമ്മുടെ ബോഡിയിലെ ഡോപ്പമീൻ ഹോർമോൺ ഭയങ്കരമായിട്ട് കൂടും. നമുക്ക് എക്സൈറ്റ്മെന്റ് കൂടുന്ന സമയത്ത് കൂടുന്നതാ, പക്ഷെ ആ ഹോർമോൺ താഴേക്കും വരുമല്ലോ. അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ പാഷൻ, നമ്മൾ ഇന്ന് തുടങ്ങിയ പാഷൻ, അത് പാഷൻ ആയിരിക്കില്ല, അതൊരു ജോലിയായിട്ട് തോന്നും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ആർക്കെങ്കിലും ഒരു കാഫെ ഓപ്പൺ ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു ലെറ്റ്സ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ആർട്ടിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ കോഫി ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഫെ കാണുമ്പോൾ നമുക്ക് അവിടെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ നമുക്ക് ഇന്നറിയാം. പക്ഷെ നമ്മളത് സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ശരിക്കും കസ്റ്റമേഴ്സിന്റെ അടുത്ത് വരെ നമ്മൾ പോകുമ്പോൾ, നമുക്ക് മെനു ഡിസൈൻ ചെയ്യണം, ആൾക്കാരെ കൊണ്ടുവരണം, മാർക്കറ്റിംഗ് ചെയ്യണം, അതിന്റെ ബിസിനസ് നോക്കണം, ലോഗോ പ്രിന്റ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും ഇന്ന് നമുക്കത് പാഷനായിട്ട് തോന്നുന്ന കാര്യം അത് ശരിക്കും ഒരു ജോലി പോലെ തന്നെ നമുക്ക് തോന്നിപ്പോകും, അല്ലെ? പ്ലസ് ആദ്യത്തെ ഒരു 6 മാസം കഴിയുമ്പം അതൊരു ശരിക്കും ഒരു നോർമൽ ജോലി തന്നെ ആയിപ്പോകും. ഓൾസോ എന്തുണ്ടാവുന്നറിയോ, നമ്മള് ഒരു കാര്യം ചെയ്യുമ്പം അതിലൊരു ഹാപ്പിനെസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻസ്റ്റന്റ് ഔട്ട്പുട്ട് ഇല്ല എന്ന് മനസ്സിലാവുന്ന ഉടനെ നമ്മുടെ ബ്രെയിൻ വിൽ മേക്ക് us ഫീൽ ഇത് നമ്മുടെ പാഷൻ ആയിരുന്നില്ല എന്നും. അപ്പം നമ്മൾ പിന്നെയും വേറെ എന്തെങ്കിലും നോക്കാൻ തുടങ്ങും. അപ്പൊ ശരിക്കും നമ്മളൊരു പാഷൻ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, ഡു ഐ വോണ്ട് ടു ഡു ദിസ് ബിക്കോസ് ഐ റിയലി ലവ് ദിസ്, ഓർ ഐ ജസ്റ്റ് ഹേറ്റ് വെയർ ഐ ആം റൈറ്റ് നൗ. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുവാണോ, അതോ ഇന്ന് ഞാനുള്ള ഒരു പൊസിഷൻ, ഇന്ന് ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാരണമാണോ എനിക്ക് പുതിയ കാര്യം ചെയ്യാൻ തോന്നുന്നത്? ഇപ്പം രണ്ടാമത്തെ റീസൺ ആണെങ്കിൽ, അതായത് ഇന്ന് ഞാനുള്ള സ്ഥലം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണെങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്യാൻ പോകുന്ന പാഷൻ എന്ന് പറഞ്ഞ് ചെയ്യാൻ പോകുന്ന കാര്യം ശരിക്കും പാഷൻ അല്ല. ഇറ്റ്സ് ജസ്റ്റ് യു ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ഒരു പേർപ്പസ് ഫ്രം നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ജോലി. അപ്പൊ അതിന്റെ അർത്ഥം ഒരു ക്ലാരിറ്റി ഇല്ല. ഇന്ന് ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കറന്റ് ജോലി ഇസ് നോട്ട് മേക്കിംഗ് യു ഹാപ്പി ബിക്കോസ് ഒരു പേർപ്പസ് കണക്ട് ചെയ്തിട്ടില്ല. ഈ പേർപ്പസ് എന്ത് വേണമെങ്കിലും ആവാം, അല്ലെ? നമുക്ക് എല്ലാ മാസവും ഒരു സേവിങ്സ് തരുന്ന ഒരു ജോലിയാണെങ്കിൽ അതൊരു പേർപ്പസ് ആണ്. നമുക്ക് ഫാമിലി ഉണ്ട്, നമുക്ക് ഏജിങ് പേരൻസ് ഉണ്ട്, അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പേർപ്പസ് ആണ്. നമുക്കൊരു വീടുണ്ടാക്കണം, ഒരു വണ്ടി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി കാശ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പേർപ്പസ് ആണ്. ഇതൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വരികയാണ്, നമുക്ക് പേഴ്സണലി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വരികയാണ്, അതിനുവേണ്ടി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പേർപ്പസ് ആണ്, അല്ലെ? ഇപ്പൊ നമ്മൾ പാഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അസുഖം വരും, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ വരുവാണെങ്കിൽ നമ്മുടെ അടുത്തൊന്നും ഇല്ല, റൈറ്റ്? അപ്പം ആ പാഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് us. അപ്പൊ ഇന്നുള്ള ജോലി നമുക്കൊരു പേർപ്പസ് തരുവാണെങ്കിൽ അതൊരു പേർപ്പസ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഭഗവത്ഗീതയിൽ ഒരു 3 step ഡിസിഷൻ ഫ്രെയിംവർക്ക് ഉണ്ട്. അതായത് നമ്മളൊരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആണെങ്കിൽ ആ സിറ്റുവേഷനിൽ എങ്ങനെ നമുക്ക് പുറത്തു വരാമെന്നും ഒരു വൈസ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ഡിസിഷൻ എടുക്കാമെന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ജ്ഞാനയോഗ. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്തുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴേലും നിങ്ങളുടെ ജോലി റിസൈൻ ചെയ്യണം അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്റെ ജോലിയിൽ എനിക്ക് എന്താണ് ഇഷ്ടമില്ലാത്ത കാര്യം എന്ന്. ഓക്കെ, നമ്പർ 1. രണ്ടാമത്തെ കാര്യം, എന്റെ ജോലിയിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യം എന്താണെന്ന്. ഈ 2 പോയിന്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടേ എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. ശരിക്കും ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന പോലെ ഒരു യുദ്ധം പുറത്ത് ശരിക്കും യുദ്ധഭൂമിയിലല്ല ഉള്ളത്, നമ്മുടെ ഉള്ളിലാണ് ഒരു യുദ്ധം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. അപ്പം അത് നമ്മളോട് തന്നെ ചോദിച്ച് അതിന്റെ ഒരു ക്ലിയർ പോയിന്റ്സ് നമ്മൾ അറിയണം. രണ്ടാമത്തെ കാര്യമാണ് കർമ്മയോഗ. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ പെട്ടെന്ന് ക്വിറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പം ഭയങ്കര എക്സോസ്റ്റിംഗ്, ഭയങ്കര സ്ട്രെസ്ഫുൾ
ആഴ്ച കഴിഞ്ഞ് സ്ട്രെസ്ഫുൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാളെ തൊട്ട് ഞാൻ ജോലിക്ക് പോവില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇപ്പൊ നമുക്ക് പാഷൻ, അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു രാത്രി തീരുമാനം എടുക്കാൻ പാടില്ല. കുറേശ്ശെ നമ്മുടെ കറന്റ് ലൈഫ് സ്റ്റൈലിൽ ആ കാര്യം ചെയ്യാൻ തുടങ്ങണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇങ്ങനത്തെ ഹിന്ദു ഫിലോസഫി പഠിക്കാനും ഇതിനെ പറ്റി കുറെ റീസർച്ച് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ ഫുൾ ടൈം ജോലി ഉപേക്ഷിച്ചിട്ട് ഇത് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് ഇതും ഇഷ്ടമാണ്. അപ്പം ഞാൻ ചെയ്യുന്ന നോർമൽ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ കുറേശ്ശെ അരമണിക്കൂർ, 3/4 മണിക്കൂർ, ഒരു 1 hour ഒക്കെ ഞാൻ ആഡ് ചെയ്ത് തുടങ്ങി. മോർണിംഗ്, ഈവനിങ് സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ആ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്ത് അവിടെ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോസ് ഉണ്ടാക്കും, റീസർച്ച് ചെയ്യും, അതിനെപ്പറ്റി പഠിക്കും, പിന്നെ നെക്സ്റ്റ് ഡേ എഡിറ്റ് ചെയ്യും, പിന്നെ നെക്സ്റ്റ് ഡേ പോസ്റ്റ് ചെയ്യും. അങ്ങനെ എൻ്റെ അടുത്തുള്ള സമയത്തിൽ തന്നെ ഞാൻ എൻ്റെ പാഷൻ അത് ആഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ സമയത്ത് തന്നെ നമ്മൾ ചെയ്തു നോക്കണം. നമുക്കുള്ള സമയത്ത് തന്നെ നമ്മളത് ചെയ്തു നോക്കണം. അപ്പം നമുക്ക് അത്രയും ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അത് സർവൈവ് ചെയ്യും. നമ്മുടെ ആ ഡിസിപ്ലിൻ അത് സർവൈവ് ചെയ്യും. അത് നമുക്ക് ഇഷ്ടമില്ലാത്ത, അത്രയും പാഷനേറ്റ് അല്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഉപേക്ഷിക്കും. ഓഫ് കോഴ്സ് വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം വരുവാണെങ്കിൽ നമ്മൾ അതിലേക്ക് പോകും. അപ്പൊ നമുക്ക് മനസ്സിലാവും, നമ്മൾ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഇന്ന് അതൊരു എൻ്റെ പാഷനാണ്, ബൈക്ക് ഓടിക്കണം എന്നുള്ളൊരു പാഷനാണ്, ട്രെക്കിങ്ങിന് പോകണം എന്നുള്ളൊരു പാഷനാണെന്ന് വിചാരിച്ച് നമ്മുടെ കറന്റ് ജോലി ഉപയോഗിച്ചിട്ട് നമ്മളത് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 1-2 ബൈക്ക് റൈഡും 1-2 ട്രെക്കിംഗ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് പോവും, അല്ലെ? അപ്പൊ നമുക്കതൊരു പാഷൻ ആണെന്ന് തോന്നില്ല. പിന്നെ അപ്പൊ ഒരു റിഗ്രറ്റ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കണം. പിന്നെ 3ാമത്തെ സ്റ്റെപ്പാണ് വൈരാഗ്യം. അപ്പം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമുക്ക് ഇമോഷൻസ് വെച്ച് ഒരു ഡെസിഷൻ എടുക്കാൻ പാടില്ല. അപ്പം നമ്മളിപ്പോ ചെയ്യുന്ന ജോലിക്ക് തന്നെ നമ്മളൊരു പേർപ്പസ് കണ്ടുപിടിക്കുക. നമ്മളിപ്പം ജോലിക്ക് പോകുന്നുണ്ട്, അത് നമ്മളെ ഒരു സേവിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് ഫണ്ട്, നമ്മുടെ എമർജൻസി ഫണ്ട് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അതിനെക്കാട്ടും വലിയ പേർപ്പസ് ഇല്ല. പ്ലസ് നമ്മുടെ പാഷൻ നമുക്ക് അത്രയും ഇഷ്ടമാണെങ്കിൽ സമയമില്ലാത്ത സമയത്ത് പോലും നമ്മൾ അതിനു വേണ്ടി 5-10 മിനിറ്റ് ഒക്കെ കണ്ടുപിടിക്കും. അതാണ് 3 സ്റ്റെപ്പ് ഡിസിഷൻ ഫ്രെയിംവർക്ക്. ശരിക്കും റിയൽ ലൈഫിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഡോക്ടർ APJ അബ്ദുൽ കലാം. അവർക്ക് സയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരിക്കലും സയൻസ് ഉപേക്ഷിച്ചിട്ട് സോഷ്യൽ സർവീസിലേക്ക് പോയിട്ടില്ല. അതിനൊരു ഭയങ്കര ഒരു സ്ലോ ട്രാൻസിഷൻ ആയിരുന്നു. അപ്പം APJ അബ്ദുൽ കലാം ചെയ്യുന്നത് ആ ഒരു പാഷൻ തന്നെ സോഷ്യൽ സർവീസ് ആയി മാറി. അങ്ങനെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഹെൽത്ത് കെയർ, മെഡിസിൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെയ്തു കഴിഞ്ഞ് കുറെ ഒരു ടീച്ചിങ് ലൈനിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം എല്ലാം ക്ലോസ് ചെയ്തിട്ട് ടീച്ചർ ആവാൻ പറ്റില്ല. അപ്പം അവരുടെ ആ ഒരു മെഡിസിൻ ഫീൽഡിൽ തന്നെ അവര് സമയം കണ്ടെത്തി പഠിച്ച് ടീച്ചിങ്ങിന് വേണ്ടി ആവശ്യമുള്ള ഡിഗ്രി എടുത്ത് അതിനുള്ള ഒരു പേഷ്യൻസ് ഒക്കെ എടുത്തിട്ടാണ് ടീച്ചർ ആവുന്നത്. നമ്മൾ ഒരിക്കലും ആ ഒരു പ്രോസസ്സ്, ഒരാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ എപ്പോഴും നോക്കുന്നത് അയാൾ പഠിച്ചത് ഡോക്ടറേറ്റ് ആയിരുന്നു, പക്ഷെ ഒരു സോഷ്യൽ സർവീസിൽ ഇറങ്ങി, ഇല്ലെങ്കിൽ ഒരു ടീച്ചറായി എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അയാളുടെ പാഷൻ ആയിരിക്കാം ടീച്ചിങ്, പക്ഷെ അയാളുടെ ജോലി ആയിരിക്കാം ഒരു ഡിഗ്രി ഒക്കെ എടുത്തത് ഡോക്ടറേറ്റ് ആയിരിക്കും. സോ ആ ഒരു പ്രോസസ്സിലാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പാഷൻ എന്താണെന്ന്. ശരിക്കും ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു എസ്കേപ്പിസം അല്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകാനല്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു പാഷൻ കണ്ടെത്തി വേണം നമ്മുടെ ആ ഒരു ട്രാൻസിഷൻ, അല്ലെ? നമ്മുടെ ജോലിയല്ല ക്വിറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ കൺഫ്യൂഷൻ ആണ് നമ്മൾ ക്വിറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്കൊരു ക്ലാരിറ്റി വരുന്നത്, അല്ലെ? അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ചെറിയ ചെറിയ സെക്ഷൻസ് ആണ്. നമ്മൾ ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നും, നമുക്കൊരു ക്ലാരിറ്റിയും കിട്ടും. ഐ എം 100% ഷുവർ ഇങ്ങനെ നമ്മൾ ജോലി ക്വിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുവാണെങ്കിൽ എന്തായാലും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.